ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റിന്റെ പേരാണ് ബിസിനസ് റിസർച്ച്. കോഡ് വരുന്നത് BMP001 ആണ്. ഇത് മെയിൻ ആയിട്ട് സബ്ജക്ട് റിസർച്ച് പേപ്പർ എന്നൊക്കെ പറയില്ലേ, അതേ പേപ്പറാണ്. നമ്മൾ UG-യിലും അതേപോലെ തന്നെ PG ഒക്കെ കോഴ്സ് എടുക്കുമ്പോൾ ലാസ്റ്റ് ടൈമിൽ, ലാസ്റ്റ് സെമസ്റ്ററിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഇയറിൽ നമുക്ക് എന്തുണ്ടായിരിക്കും, പ്രൊജക്ട് ഒക്കെ ഉണ്ടായിരിക്കും. ആ പ്രൊജക്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഹോൾ സബ്ജക്റ്റിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതൊരു സ്റ്റുഡന്റ് പോയിന്റ് ഓഫ് വ്യൂ കേട്ടോ. ഇനി അതല്ലാതെ നമ്മളിപ്പോ ഒരു ജോലി വർക്ക് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ആ പ്രൊഫഷണൽ ഏരിയയിൽ നമുക്ക് എന്ത് വരും, കുറെ പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതും എങ്ങനെ ചെയ്യാം എന്നുള്ളത്. ഇനിയിപ്പോ അതല്ല, സിമ്പിൾ ആയിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ നമുക്കിപ്പോ എന്ത് ബിസിനസ് ആണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഓൾറെഡി ഒരു ബിസിനസ് ഉണ്ട്, അത് എങ്ങനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നും കൂടി പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ടൈമില് നമ്മൾ എന്താണ് റിസർച്ച് ആണ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ആ റിസർച്ച് എങ്ങനെ കണ്ടക്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ എന്തിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്, ഈ ഒരു ഹോൾ സബ്ജക്റ്റിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ബിസിനസ് റിസർച്ച്. റിസർച്ച് എന്താണെന്നുള്ളതും പറയുന്നുണ്ട്, ബിസിനസ് റിസർച്ച് എന്താണെന്ന് പറയുന്നത്, റിസർച്ച് എങ്ങനെ കണ്ടക്ട് ചെയ്യാം എന്നുള്ളതും അതിനെങ്ങനെയാണ് അതിന്റെ ഒരു പ്രൊസീജിയറും കാര്യങ്ങളും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇതിലൂടെ നോക്കുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു സബ്ജക്റ്റ് മെയിൻ ആയിട്ട് 4 ബ്ലോക്കിലൂടെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ടോട്ടല് 15 യൂണിറ്റ്സും വരുന്നുണ്ട്. ഫസ്റ്റ് ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ് റിസർച്ചിന്റെ കോൺസെപ്റ്റ്സിനെ കുറിച്ചാണ്. അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ കുറച്ച് ചാപ്റ്റേഴ്സും ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് പ്രൊജക്റ്റിൽ നമ്മൾ കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രൊജക്റ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ബ്ലോക്കിൽ 4 യൂണിറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ബിസിനസ് റിസർച്ച് പ്രോസസ് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് വരുന്നുണ്ട്, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ വരുന്നുണ്ട്, അതേപോലെ റിസർച്ച് പ്രോബ്ലം വരുന്നുണ്ട്, റിസർച്ച് ഡിസൈനും വരുന്നുണ്ട്. ഇങ്ങനെ 4 യൂണിറ്റ് ആണ് ബ്ലോക്ക് 1 വരുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ബ്ലോക്ക് 2 വരികയാണെങ്കിൽ ഡാറ്റ കളക്ഷൻ ആൻഡ് സാമ്പിളിംഗ്. അത് നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡാറ്റ അല്ല, നമുക്ക് ഇൻഫോർമേഷൻ വേണം. അത് എന്ത് ടൈപ്പ് ഇൻഫോർമേഷൻ ആണ് വേണ്ടത് എന്നുള്ളതും, അതേപോലെ അത് എങ്ങനെ നമുക്കൊന്ന് അനാലിസ് ചെയ്യാനുള്ള പറ്റിയ രൂപത്തിലേക്ക് മാറ്റാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ബ്ലോക്ക് 2 ഡിസ്കസ് ചെയ്യുന്നത്. ബ്ലോക്ക് 2 എന്ത് വരുന്നുണ്ട്, ടോട്ടൽ 4 യൂണിറ്റ്സ് അതിൽ വരുന്നുണ്ട്. അത് കളക്ഷൻ ഓഫ് ഡാറ്റ, മെഷർമെന്റ് ആൻഡ് സ്കെയിലിംഗ് ടെക്നിക്സ്, ക്വസ്റ്റനെയർ ഡിസൈൻ, സാമ്പിളിംഗ് ഡിസൈന്, അതായത് സാമ്പിൾസിനും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്ലോക്ക് 3 വരുന്നത് ഡാറ്റ അനാലിസിസ് ആണ്. നമ്മൾ ഓൾറെഡി സെക്കൻഡ് ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്ത കാര്യത്തെ അനാലിസിസ് കൊണ്ടുവരണം അല്ലെ. നമുക്ക് റിസർച്ച് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അതിനൊരു ആൻസർ കണ്ടെത്തണം. അപ്പൊ ആ ആൻസർ കണ്ടെത്താൻ പറ്റിയ രീതിയിലേക്ക് നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയെ എങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാം എന്നുള്ളതാണ് ബ്ലോക്ക് 3 ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 3 യൂണിറ്റ് വരുന്നുണ്ട്. ഡാറ്റ പ്രിപ്പറേഷൻ ആൻഡ് പ്രസന്റേഷൻ വരുന്നുണ്ട്, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നുണ്ട്, ഫോർമുലേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസും വരുന്നുണ്ട്. ലാസ്റ്റ് ബ്ലോക്ക് ടെക്നോളജി ഇൻ റിസർച്ച് ആൻഡ് റിപ്പോർട്ട് റൈറ്റിംഗ്. അതായത് ഇപ്പൊ നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യാന്നുള്ള ഒരുപാട് കാലം മുന്നേ ചെയ്ത പോലെയല്ല, ഒരുപാട് ടെക്നിക്കലി ഒരുപാട് ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെ റിസർച്ചിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ റിപ്പോർട്ട് റേറ്റിംഗും ആണ് ഇതിൽ വരുന്നത്. റിപ്പോർട്ട് റേറ്റിംഗ് പറയുമ്പോൾ അതിന്റെ ഒരു ഫോർമാറ്റ് ഒക്കെ ഉണ്ട്, അതെങ്ങനെയാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലോക്ക് 4 ടോട്ടൽ 4 യൂണിറ്റ്സ് അതിലും വരുന്നുണ്ട്. അത് ടെക്നോളജി യൂസേജ് ഇൻ റിസർച്ചും, സോഫ്റ്റ്വെയർ അപ്ലിക്കേഷൻ ഇൻ റിസർച്ച്, എത്തിക്കൽ ഇഷ്യൂസ് ഇൻ റിസർച്ചും, പിന്നെ റിപ്പോർട്ട് റേറ്റിംഗ്. അപ്പൊ ടോട്ടൽ 15 യൂണിറ്റ് ആണ് നമുക്ക് വരുന്നത് 4 ബ്ലോക്കുകളുടെ ആയിട്ട്. ഓക്കെ, അപ്പൊ ഈ പേപ്പർ അത്യാവശ്യം ഒരു സിമ്പിൾ ആണ്, എന്നാൽ കുറച്ച് ടഫ് ആണ്. അതായത് ഞാൻ ഇപ്പൊ ഫസ്റ്റ് യൂണിറ്റ് മുതലേ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഓർമ്മയിൽ വേണം. എന്നാലുള്ളൂ നമ്മൾ ലാസ്റ്റ് യൂണിറ്റ് റിപ്പോർട്ട് റൈറ്റിംഗ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നുള്ളൂ. അപ്പൊ ഏതൊരു ടേം ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തൊരു കാര്യം ഡൗട്ട് വന്നാൽ അപ്പൊ തന്നെ ചോദിക്കുക, ഞാൻ എന്ത് ചെയ്യാം, ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. മാക്സിമം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ട് പറയാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഫസ്റ്റ് യൂണിറ്റിൽ പോകാം. ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് ബിസിനസ് റിസർച്ച് കോൺസെപ്റ്റ്സ് ആണ് വരുന്നത്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് റിസർച്ച് എന്താന്നുള്ളതും, അതേപോലെ തന്നെ റിസർച്ചിന്റെ ഒബ്ജക്റ്റീവ്സ്, മോട്ടിവേഷന്, ക്ലാസിഫിക്കേഷനും, പിന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും. പിന്നെയാണ് വരുന്നത് ബിസിനസ് റിസർച്ച് എന്താന്നുള്ളതും, അതേപോലെ തന്നെ ബിസിനസ് റിസർച്ചിന്റെ സ്റ്റെപ്സ്, എത്തിക്കൽ ഇഷ്യൂസ്, ഇങ്ങനെയുള്ളതൊക്കെ വരുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് 2 പാർട്ടായിട്ട് വേണമെങ്കിൽ കാണാം. ഒന്ന് റിസർച്ചിന് സിമ്പിൾ റിസർച്ച് എന്താന്നുള്ളതും, പിന്നെ ഒന്ന് ബിസിനസ് റിസർച്ച് എന്താന്നുള്ളതാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, റിസർച്ച് എന്താന്നുള്ളത് നോക്കാം.
ഞാൻ ഇപ്പൊ നിങ്ങളോട് തന്നെ ചോദിക്കാണ്, റിസർച്ച് എന്താന്ന് ചോദിച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എല്ലാവരും പറയുന്ന ഒരു ടേം ആണ് എന്താണ് സെർച്ച് ഫോർ നോളജ് എന്നുള്ളത് അല്ലെ. നമുക്ക് എന്താണ് ആവശ്യമുള്ള ഒരു നോളജ് നമ്മൾ സെർച്ച് ചെയ്തെടുക്കുന്നതിന് നമ്മൾ റിസർച്ച് എന്ന് പറയുന്നത്. അതെന്താണ് സിമ്പിൾ ആയിട്ട് പറയുന്ന ഒരു റിസർച്ച് ആണ്, പക്ഷെ റിസർച്ചിന്റെ ഒരു മീനിങ് ആണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒന്നും കൂടി നമ്മളൊരു UG കോഴ്സ് ഒക്കെ ചെയ്യുന്ന ഒരാൾക്കാരല്ല, അപ്പൊ നമ്മൾ കുറച്ചും കൂടി എന്താണ് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോ സെർച്ച് ഫോർ നോളജ് എന്ന് പറയാം, നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ന് പറയാം. റിസർച്ച് എന്ന് പറഞ്ഞാൽ സെർച്ച് ഫോർ നോളജ് ആണെന്ന് പറയാം. അതല്ലാതെ നമുക്ക് എങ്ങനെ റിസർച്ചിൽ ഒന്നും കൂടി ഒരു പ്രൊഫഷണൽ രീതിയിൽ പറയാം എന്ന് ചോദിച്ചാലും, റിസർച്ച് ആസ് എ സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് സെർച്ച് ഫോർ പെർട്ടിനന്റ് ഇൻഫോർമേഷൻ ഓൺ എ സ്പെസിഫിക് ടോപ്പിക്. അതായത് റിസർച്ച് എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും എന്തുണ്ടായിരിക്കും, ഒരു ടോപ്പിക് ഉണ്ടായിരിക്കും അല്ലെ, അല്ലെങ്കിൽ ഉണ്ടാകും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും. ഒരു പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ വേണം നമുക്ക് അല്ലെ. അതിലൊരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അതിനൊരു ആൻസർ നമ്മൾ കണ്ടെത്തണം. ഓക്കെ, അതാണ് എന്തിലൂടെ നടക്കുന്നത്, റിസർച്ചിലൂടെ നടക്കുന്നത്. അതായത് ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ടോപ്പിക് ഉണ്ടായിരിക്കും, അതിന് വേണ്ട ഇൻഫോർമേഷൻസ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് നോക്കുക. അപ്പൊ റിസർച്ച് എന്ന് പറയുമ്പോൾ വെറുതെ ഇൻഫോർമേഷൻ കണ്ടെത്താൻ പറ്റില്ല. ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടില്ല കറക്റ്റ് ആയിട്ടില്ല ഒരു ഇൻഫോർമേഷൻ നമുക്ക് കിട്ടണം. ആ കറക്റ്റ് ഇൻഫോർമേഷൻ എപ്പോഴും എന്തായിരിക്കും, ഒരു സയന്റിഫിക് മെത്തേഡിലൂടെയും അല്ലെങ്കിൽ എന്താണ് ഒരു സിസ്റ്റമാറ്റിക് വേയിലൂടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ഇൻഫോർമേഷൻ നമ്മൾ ഗെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ റിസർച്ച് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം. റിസർച്ച് ഡിഫൈൻഡ് ആസ് എ സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് സെർച്ച് ഫോർ പെർട്ടിനന്റ് ഇൻഫോർമേഷൻ ഓൺ എ സ്പെസിഫിക് ടോപ്പിക്. ഓക്കെ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ എങ്ങനെ പറയാം, റിസർച്ച് ഈസ് എൻ ആർട്ട് ഓഫ് സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയാം. എന്താണ് റിസർച്ച് എന്ന് പറയുന്നത് ഒരു ആർട്ട് ആണ് അല്ലെ. അവിടെ എന്താണ് ഒരു സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞു സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് സെർച്ച് ആണ് എന്നുള്ളത് പറഞ്ഞല്ലേ. അതായത് വെറുതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ്, അതിന് അതിൻ്റെതായ ഒരു മെത്തേഡ് ഉണ്ട്. ഇപ്പൊ ഏതൊരു ടോപ്പിക്കിലും എന്ത് ഇൻഫോർമേഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ. ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഇൻഫോർമേഷൻസ്. അപ്പൊ അതെങ്ങനെയാണ്, അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ റിസർച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയാം, റിസർച്ച് ഈസ് എ പാർട്ട് ഓഫ് എനി സിസ്റ്റമാറ്റിക് നോളജ്. എന്താണ് ഏതൊരു സിസ്റ്റമാറ്റിക് നോളജിനെയും നമുക്ക് എന്ത് പറയാം, റിസർച്ച് എന്ന് പറയാം. എന്താണ് റിസർച്ചിന്റെ ഒരു പാർട്ട് ആണ് എന്നുള്ളത് നമുക്ക് പറയാം. അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു റിസർച്ചിനെ കുറിച്ച്. എന്താണ് ഒന്ന്, ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്, സെർച്ച് ഫോർ നോളജ് ആണ്. രണ്ടാമത്തേത് സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് സെർച്ച് ഫോർ പെർട്ടിനന്റ് ഇൻഫോർമേഷൻ ഓൺ എ സ്പെസിഫിക് ടോപ്പിക്. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറയാം, റിസർച്ച് ഈസ് എൻ ആർട്ട് ഓഫ് സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ റിസർച്ച് ഈസ് എ പാർട്ട് ഓഫ് എനി സിസ്റ്റമാറ്റിക് നോളജ് എന്ന് കൂടി പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് റിസർച്ച് എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബിസിനസ് റിസർച്ച് എന്താന്നുള്ളത് നോക്കാം. സെയിം റിസർച്ചിനെ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന് നമുക്ക് എന്ത് പറയാം, ബിസിനസ് റിസർച്ച് എന്ന് പറയാം അല്ലെ. പക്ഷെ അതിനെ ഒന്നും കൂടി എന്താ നമുക്കൊരു നല്ല രീതിയിൽ ഒരു രീതിയിൽ നമുക്ക് പറയണല്ലോ. അപ്പൊ അതെങ്ങനെ പറയുന്നത്, ബിസിനസ് റിസർച്ച് പ്രോസസ് ഈസ് എ സിസ്റ്റമാറ്റിക് വേ ഓഫ് gathering, analyzing and interpreting data to create insights that can help guide an organization's decision making. ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലെ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്, അതായത് ഇൻഫോർമേഷൻ ആണ് ഈ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇൻഫോർമേഷൻസ് സിസ്റ്റമാറ്റിക് വേയിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഗ്യാദർ ചെയ്യാണ്, അതായത് കളക്ട് ചെയ്യാണ്. കളക്ട് ചെയ്ത ആ ഒരു ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യാണ്. അനലൈസ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, അതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ നമുക്ക് എന്ത് കിട്ടും, ഒരു നല്ല ഒരു ഡിസിഷൻ മേക്കിംഗ് നമുക്ക്, അല്ലെങ്കിൽ നല്ലൊരു ഡിസിഷൻ നമുക്ക് എടുക്കാൻ സാധിക്കും. ഇതിനാണ് എന്ത് പറയുന്നത്, ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ റിസർച്ച് ഫ്രം എ ബിസിനസ് പെർസ്പെക്റ്റീവ്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഗാദറിംഗ് റിലവന്റ് ഇൻഫോർമേഷൻ റിഗാർഡിംഗ് എ കമ്പനീസ് ബിസിനസ് ആക്ടിവിറ്റീസ് ആൻഡ് യൂസിങ് ഇറ്റ് ടു മാക്സിമൈസ് പ്രോഫിറ്റ്. അപ്പൊ ബിസിനസിന്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ റിസർച്ചിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് പറയുന്നത്, ബിസിനസിന്റെ അതായത് കമ്പനിയുടെ ആക്ടിവിറ്റീസ് എങ്ങനെ ചെയ്യണം, നമുക്ക് ഒരു ഒപ്റ്റിമൽ ലെവലിലേക്ക് മാറ്റം ചെയ്യണം. അതിലൂടെ നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനും സാധിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻസിന്റെ ഗാദറിങ്ങും അനലൈസിങ്ങും ഇന്റർപ്രറ്റിങ്ങിനെയും ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം, ബിസിനസ് റിസർച്ച് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ബിസിനസ്സിൽ റിസർച്ചിന് നമുക്ക് ബിസിനസിന്റെ പെർസ്പെക്റ്റീവില് കാണാം, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ രീതിയിലും കാണാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റുഡന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും,
ഞാൻ പറഞ്ഞു പ്രൊജക്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. സെയിം കാര്യം തന്നെയാണ് എവിടെയും വരുന്നത്, ബിസിനസ് റിസർച്ചിലും വരുന്നത്. പക്ഷെ അവിടെ എന്തുണ്ട്, അവിടുത്തെ ഗോൾ എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം, ഉള്ള അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സസിനെയും മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം, അതിലൂടെ നമ്മളെ ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ബിസിനസ് റിസർച്ച് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ബിസിനസ് റിസർച്ച് കണ്ടക്ട് ചെയ്യാം. ഇനി അതല്ല വേറൊരു പ്രൊഡക്റ്റിലേക്ക് മാറണം. ഇപ്പൊ ഒരു കമ്പനിയിൽ പ്രൊഡക്റ്റ് എയും ബിയും ഉണ്ട്. അപ്പൊ അവർ ഒന്നും കൂടി എന്താണ് ഡിസൈഡ് ചെയ്യാണ്, ഒരു പ്രൊഡക്റ്റ് സിയും പാടെ കൊണ്ടുവന്നാൽ നമുക്ക് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മാർക്കറ്റിൽ നമുക്കൊരു എന്താണ് സ്ഥാനം കിട്ടുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതായത് ഒരു എക്സ്പാൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ബിസിനസ് റിസർച്ച് ആണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ റിസർച്ച് എന്താന്നുള്ളതും ബിസിനസ് റിസർച്ച് എന്താന്നുള്ളതും നമ്മൾ പറഞ്ഞു. ഇനി റിസർച്ചിന്റെ രണ്ട് ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു തരാം. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, CR കോദറി ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, റിസർച്ച് ഈസ് എ സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് സെർച്ച് ഫോർ പെർട്ടിനന്റ് ഇൻഫർമേഷൻ ഓൺ എ സ്പെസിഫിക് ടോപ്പിക്. അതായത് ഇതുണ്ടല്ലോ, ഇതാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത്. അതായത് CR കോദറി പറയുന്നത്, CR കോദരി പറയുന്നത് എന്താണ്, റിസർച്ച് ഈസ് എ സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് സെർച്ച് ഫോർ പെർട്ടിനന്റ് ഇൻഫർമേഷൻ ഓൺ എ സ്പെസിഫിക് ടോപ്പിക്. ഒരു സ്പെസിഫിക് ടോപ്പിക് ഉണ്ടായിരിക്കും, അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ കണ്ടെത്തൽ അല്ലെങ്കിൽ ഗ്യാദർ ചെയ്യലാണ്. അത് എങ്ങനെയായിരിക്കും, സയന്റിഫിക് ആയിട്ടും സിസ്റ്റമാറ്റിക് രീതിയിലുള്ള സെർച്ചിങ് ആയിരിക്കണം എന്ത് ചെയ്യുന്നത്, അവിടെ എങ്ങനെ നടത്തേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം, ബിസിനസ് റിസർച്ച് അക്കോർഡിംഗ് ടു CR കോദറി ബിസിനസ് റിസർച്ച് ഡിഫൈൻഡ് ആസ് എന്ന് പറഞ്ഞിട്ട് വേണം നിങ്ങൾ എഴുതാൻ കേട്ടോ. അപ്പൊ നിങ്ങളുടെ PDF ടെക്സ്റ്റിൽ ഉണ്ട് അത്. ഇനി വേറെ ഒരു ഡെഫിനേഷനും കൂടി നമുക്ക് നോക്കാം. KV റാവു പറയുന്നത്, റിസർച്ച് എന്ന് പറഞ്ഞാൽ an intensive and purposeful search for knowledge and understanding of a social and psychological phenomena. അതായത് റിസർച്ച് എന്ന് പറഞ്ഞാല് ഒരു നോളജിന്റെ ഇന്റൻസീവ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു സെർച്ച് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ഡീപ്പ് ആയിട്ട് ഡെപ്ത് ആയിട്ടും അതേപോലെ തന്നെ പർപ്പസ് ഉണ്ടായതിന് അങ്ങനെ കിട്ടുന്ന ഒരു നോളേജിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കണം, ഒരു സോഷ്യൽ അല്ലെങ്കിൽ സോഷ്യലും അതേപോലെ ഒരു സൈക്കോളജിക്കൽ ഫിനോമിന നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കണം. നമ്മൾ സെർച്ച് ചെയ്ത ആ നോളജിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, സോഷ്യൽ ആയിട്ടുള്ളതും അതേപോലെ തന്നെ സൈക്കോളജിക്കൽ ഫിനോമിന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതേപോലെ ഇറ്റ് ഈസ് നോട്ട് മിയർലി an accumulation of knowledge but a crucial and scientific analysis of social facts and formulation of generalization as a basis of action and foresight. അതേപോലെ KV റാവു പറയുന്നത് എന്താണ്, ഒരു നോളജിന്റെ ഒരു അക്യുമുലേഷൻ, അതായത് ഒരുപാട് നോളജ് നമ്മൾ അവിടെ എങ്ങനെ കളക്ട് ചെയ്ത് വെച്ചു എന്നുള്ളതല്ല, അതിനേക്കാൾ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആ നോളജിൽ നിന്നും ഫാക്ട്സ്, സോഷ്യൽ ഫാക്ട്സ് നമുക്ക് അനലൈസ് ചെയ്തിട്ട് അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ജനറൽ ഫോർമുല നമുക്ക് അല്ലെങ്കിൽ ഒരു ജനറലൈസേഷൻ കൊണ്ടുവരാൻ സാധിക്കണം. ഓക്കെ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഇന്റൻസീവ് ആയിട്ടുള്ള പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു സെർച്ച് ആണ്. എന്തിന്റെ സെർച്ച് ആണ്, ഒരു നോളജിന് വേണ്ടിയിട്ടുള്ള ഒരു സെർച്ച് ആണ്. അതിലൂടെ നമുക്ക് സോഷ്യൽ ആയിട്ടുള്ളതും അതേപോലെ തന്നെ സൈക്കോളജിക്കൽ ഫിനോമിന മനസ്സിലാക്കാൻ സാധിക്കണം. ഓക്കെ. അതേപോലെ തന്നെ വെറുതെ ഒരു നോളജ് അക്യുമുലേഷൻ എന്നതിന് ഉപരി അവിടെ എന്തായിരിക്കണം, സോഷ്യൽ ഫാക്ട്സും ഒരു ജനറലൈസേഷൻ അല്ലെങ്കിൽ ഒരു തിയറി നമുക്ക് അവിടെ എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുന്ന ഫോർമുലേഷൻ, അതായത് ഫോർമുലേറ്റ് ചെയ്യാൻ സാധിക്കണം. ഇതാണ് എന്ത് പറയുന്നത്, KV റാവു റിസർച്ചിനെ കുറിച്ചിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ റിസർച്ചിന് നമുക്ക് പറയാം 5 Ws വരുന്നുണ്ട് എന്നുള്ളത്. അതായത് റിസർച്ചില് ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ റിസർച്ച് എങ്ങനെ കണ്ടക്ട് ചെയ്യാന്നുള്ളത് മെയിൻ ആയിട്ട് 5 Ws അതേപോലെ തന്നെ 1 H ഇതിന്റെ ഒരു സൊല്യൂഷനെ നമുക്ക് എന്ത് പറയാം, റിസർച്ച് എന്ന് പറയാം. അതായത് 5 W എന്ന് പറയുന്നത്, W സ്റ്റാൻഡ്സ് ചെയ്യുന്നത് എന്തിനാണ്, ഹു, വാട്ട്, വേർ, വെൻ, വൈ. അപ്പൊ 5 W ആയില്ലേ. H എന്ന് പറയുന്നത് ഹൗ. അതായത് ഒരു കാര്യം നടക്കുമ്പോ
എന്തുകൊണ്ട് അങ്ങനെ നടന്നു എന്ന് പറയുമ്പോഴാണ് അവിടെ എന്ത് വരുന്നത്, റിസർച്ച് വരുന്നത് അല്ലെ. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ കുറിച്ചിട്ട് അല്ലെ. എന്താണ്, ആപ്പിൾ നോർമലി ഒരു ആപ്പിൾ താഴേക്കാണ് ഫാൾ ചെയ്യുന്നത് അല്ലെ. അപ്പൊ എല്ലാവർക്കും അറിയാം ആപ്പിൾ എന്താണ്, മരത്തുമ്മൽ നിന്നും താഴേക്കാണ് വീഴുന്നത്. പക്ഷെ അവിടെ എങ്ങനെ, ന്യൂട്ടൺ ആണ് അത് എന്തുകൊണ്ട് ആപ്പിൾ താഴേക്ക് വീഴുന്നു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ വന്നത് അല്ലെ. അങ്ങനെ ആ വൈ എന്നുള്ള ക്വസ്റ്റ്യനിൽ നിന്നാണ് എന്തുണ്ടായത്, ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് വന്നത്, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അവിടെ അങ്ങനെ കണ്ടെത്തിയത് അല്ലെ. അപ്പൊ അതെന്താണ്, അവിടെ ഒരു വൈ അല്ലെങ്കിൽ വെൻ, വേർ, വാട്ട്, ഹു അല്ലെങ്കിൽ ഹൗ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ എന്ത് ചെയ്യുന്നത്. ഈ പ്രോബ്ലം ഇങ്ങനെ എന്താണ് 5W's 1H's ഉള്ള പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആണ് എന്താ വരുന്നത്, നമ്മൾ റിസർച്ച് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ റിസർച്ചിലൂടെ എന്താണ് നമുക്ക് കിട്ടുന്നത്, നമ്മുടെ അവിടെ ഇങ്ങനെ ഒരു അനലിറ്റിക് ഫ്രെയിംവർക്ക് ആണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, എത്തിച്ചേരുന്നത്. ഓക്കെ, അതായത് ഒരു സബ്ജക്ട് മാറ്റർ ഉണ്ടായിരിക്കും, ആ സബ്ജക്ട് അല്ലെങ്കിൽ അതായത് ടോപ്പിക് എന്ന് പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ, അതിനെ പ്രോപ്പറായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ്, ഒരു അനലിറ്റിക്കൽ ഫ്രെയിംവർക്ക് ആണ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിലൂടെ നമുക്ക്, അതായത് ഈ റിസർച്ചിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെന്റ് വേരിയബിൾസിന്റെ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനും സാധിക്കും. അതേപോലെ തന്നെ ഡിഫറെന്റ് വേരിയബിൾസിന്റെ ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. അപ്പൊ റിസർച്ച് എന്തിനാണ് ചോദിച്ചാൽ, ഡിഫറെന്റ് വേരിയബിൾസിന്റെ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാനും, അല്ലെങ്കിൽ എന്താണ് ഡിഫറെന്റ് വേരിയബിൾസിന്റെ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് റിസർച്ച് എന്ന നിലയിൽ വരുന്നത്. ഇനി മെയിൻ ആയിട്ട് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന ആളെ നമുക്ക് എന്ത് പറയാം, റിസർച്ചർ എന്ന് പറയാം, അല്ലെങ്കിൽ എന്താ ഇൻവെസ്റ്റിഗേറ്റർ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പൊ റിസർച്ച് ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്ന ആളെ റിസർച്ചർ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ടൈപ്സ് നോക്കാം. റിസർച്ചിന്റെ ടൈപ്സ് അല്ലെങ്കിൽ അപ്രോച്ചസ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് 2 രീതിയിലുള്ള അപ്രോച്ചസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ആണ് ഇൻഡക്റ്റീവ് റിസർച്ചും, രണ്ടാമത്തേത് ഡിഡക്റ്റീവ് റിസർച്ചും. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡക്റ്റീവ് റിസർച്ച് എന്താണെന്നുള്ളത് നോക്കാം. ഇൻഡക്റ്റീവ് റിസർച്ച് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് അപ്രോച്ച് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് തിയറി ഇതൊക്കെ പറയാം. അതേപോലെ തന്നെ ബോട്ടം അപ്പ് മെത്തേഡ് എന്നൊക്കെ ഇതിന് മറ്റൊരു പേരുണ്ട് കേട്ടോ. അപ്പൊ ഇൻഡക്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ, ഇൻഡക്റ്റീവ് റിസർച്ച് ഈസ് എ സെർച്ച് മെത്തേഡ് ദാറ്റ് ഇൻവോൾവ്സ് collecting data, looking for patterns and developing theories based on those patterns. അപ്പൊ ഇൻഡക്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് ഒരു റിസർച്ച് മെത്തേഡ് ആണ്. ഇവിടെ എന്തൊക്കെ വരുന്നുണ്ട്, ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്, ആ കളക്ട് ചെയ്ത ഡാറ്റയുടെ ഒരു പാറ്റേൺ എന്താന്നുള്ളത് നോക്കുന്നുണ്ട്, അതിനുശേഷം ആ പാറ്റേണിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്, തിയറീസ് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇതാ ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കളക്ട് ചെയ്ത ഡാറ്റയുടെ പാറ്റേൺ എന്താന്ന് നോക്കുന്നുണ്ട്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് തിയറീസ് ഡെവലപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, ഇതാണ് ഇൻഡക്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് ഇതിൽ 3 സ്റ്റെപ്പുകളാണ് വരുന്നത്. ഒന്ന് എന്തുണ്ട്, കളക്ടിങ് ഡാറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് ഒബ്സർവേഷൻ എന്ന് പറയാം കേട്ടോ. ഒബ്സർവേഷൻസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ടെസ്റ്റ് എന്ന് പറയാം. അപ്പോ ഒബ്സർവേഷൻ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് പാറ്റേൺ ആണ് അല്ലെ, പാറ്റേൺ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ അതിന്റെ ബേസിസിൽ നമ്മൾ എന്ത് കൊണ്ടുവരികയാണ്, തിയറി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 3 സ്റ്റെപ്പിലൂടെയാണ് എന്ത് പോകുന്നത്, ഇൻഡക്റ്റീവ് റിസർച്ച് പോകുന്നത്. ഈ ഇൻഡക്റ്റീവ് റിസർച്ചിന്റെ മറ്റൊരു പേരാണ് ബോട്ടം അപ്പ് മെത്തേഡ് അല്ലെങ്കിൽ ബോട്ടം അപ്പ് തിയറി, ബോട്ടം അപ്പ് റിസർച്ച് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ബോട്ടം അപ്പ് method in which the researcher starts with specific observations and then move on more general theories or ideas. ഇവിടെ എന്തുണ്ട്, കുറച്ച് സ്പെസിഫിക് ഒബ്സർവേഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. അതായത് ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞല്ലോ, അതിൽ നമുക്ക് എന്താ കിട്ടുന്നത്, ഒബ്സർവേഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ആ ഒബ്സർവേഷന്റെ ബേസിസിൽ നമ്മൾ എന്ത് കൊണ്ടുവരികയാണ്, ഒരു തിയറി ജനറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അത് ഒരു തിയറി എന്നല്ല, ഒന്ന് കൂടുതൽ തിയറീസും ഐഡിയാസും ആണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, ജനറേറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പൊ ഇതാണ് ഇൻഡക്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡക്റ്റീവ് റിസർച്ചിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് പുതിയ തിയറീസ് ഐഡിയാസും ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പൊ ഇൻഡക്റ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ മെയിൻ അവരുടെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത് എന്താണ്, പുതിയ തിയറീസും പുതിയ ഐഡിയാസും എന്ത് ചെയ്യാണ്, ഡെവലപ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ,
ഇനി ഇൻഡക്റ്റീവ് റിസർച്ച് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അത് നമ്മളിങ്ങനെ എക്സ്പ്ലോറേറ്ററി സ്റ്റഡീസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് ഓൾറെഡി അവിടെ ഇങ്ങനെ ഒരു തിയറി ഉണ്ട് അല്ലെങ്കിൽ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, അതിന് ഒന്നും കൂടി കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ നമുക്ക് കൊടുക്കണം. അതായത് ഇപ്പൊ ഒരു 5 വർഷം മുന്നേ ഒരു റിസർച്ച് ചെയ്തിട്ടുണ്ട്, അതിന് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഒന്നും കൂടി അതിന് ഇപ്പത്തെ ഒരു ഡീറ്റെയിൽസും പാടെ അതിൽ ആഡ് ഓൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇൻഡക്റ്റീവ് റിസർച്ച് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ചില ടോപ്പിക്സിനെ കുറിച്ചിട്ട് ഇതുവരെ ആരും റിസർച്ച് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിട്ടില്ല. അങ്ങനത്തെ ടോപ്പിക്കിൽ റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്, ഇൻഡക്റ്റീവ് റിസർച്ച് മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഇനി ഒരു എക്സാമ്പിൾ പറയാണ് ഇൻഡക്റ്റീവ് ടൈപ്പിന് എന്നുണ്ടെങ്കിൽ, നമ്മള് നോർമലി നമ്മളൊരു ഷോപ്പിൽ പോയാല് ഇപ്പൊ നമ്മളൊരു വെജിറ്റബിൾസ് ഒക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസിന്റെ എന്താ പ്രൈസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി നമ്മളപ്പോൾ എന്താ ചെയ്യുന്നത്, അതിന്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറക്കും അല്ലെ. ഇപ്പൊ എന്താണ് ടൊമാറ്റോ ഒക്കെ മേടിക്കുമ്പോൾ നോർമലി നമ്മളൊരു 2 kg അല്ലെങ്കിൽ 3 kg ഒക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ടൊമാറ്റോന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യും, ഒരു 1 kg മാറ്റും അല്ലെ. അതായത് അവിടെ ഇങ്ങനെ പ്രൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, പർച്ചേസ് കുറച്ചത് അല്ലെ. അപ്പൊ നമുക്ക് ജനറലി നമുക്ക് എന്ത് പറയാം, പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് കുറയുന്നുണ്ട് എന്നുള്ളത് പറയാം അല്ലെ. അതായത് നോർമലി പ്രൈസ് കുറഞ്ഞ ടൈമിൽ ഞാൻ കൂടുതൽ മേടിച്ചിരുന്നു, പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് കുറച്ചാണ് ഒന്ന് ഡിമാൻഡ്, അതായത് ഇതിന്റെ ആവശ്യം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കുറക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതാണ് ഇവിടെ ഇങ്ങനെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അതായത് നമ്മൾ ഒരു എന്താണ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പർച്ചേസ് കുറയുന്നുണ്ട്. അത് നമുക്ക് നോർമലി നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഒരു തിയറി അല്ലെങ്കിൽ ഒരു ജനറലൈസേഷൻ നമുക്ക് അവിടെ കൊടുക്കാം. പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ ഡിമാൻഡ് ഫാൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, ഇതാണ് ഇൻഡക്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. 3 സ്റ്റെപ്പാണ് അതിൽ വരുന്നത്, ഒബ്സർവേഷൻസ്, പാറ്റേൺ, തിയറി. ഓക്കെ, ഇനി രണ്ടാമത്തെ അപ്രോച്ച് ആണ് വരുന്നത് ഡിഡക്റ്റീവ് റിസർച്ച് എന്നുള്ളത്. അതായത് ഇൻഡക്റ്റീവ് റിസർച്ച് ഉണ്ടല്ലോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് വരുന്നത്, ഡിഡക്റ്റീവ് റിസർച്ച് വരുന്നത്. അപ്പൊ ഡിഡക്റ്റീവ് റിസർച്ച് ഈസ് എ ടൈപ്പ് ഓഫ് റിസർച്ച് ഇൻ വിച്ച് ദ റിസർച്ചർ സ്റ്റാർട്ട്സ് വിത്ത് എ തിയറി, hypothesis or generalization and then test it through observations and data collection. ഇവിടെ എന്താണ് ചെയ്യുന്നത്, റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഓൾറെഡി അവിടെ ഒരു തിയറി ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്, പാറ്റേണിന്റെ ബേസ് ചെയ്തിട്ട് തിയറി കൊണ്ടുവരികയാണ് അല്ലെ. ഇത് അങ്ങനെയല്ല, ഇത് തിയറി എന്നാണ് തുടങ്ങുന്നത്, ഓൾറെഡി അവിടെ ഒരു തിയറി ഉണ്ട്, അതിനെന്ത് ചെയ്യാണ്, ടെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിനെ ഹൈപ്പോത്തിസിസ് നോക്കും, അതായത് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന അസംഷൻസ് കൊണ്ടുവരും, എന്നിട്ട് ഒബ്സർവേഷൻ വെച്ചുകൊണ്ട് അത് ടെസ്റ്റ് ചെയ്യാണ് ചെയ്യുക. അതായത് ഹൈപ്പോത്തിസിസ് നമ്മൾ ടെസ്റ്റ് ചെയ്യും, ടെസ്റ്റ് ചെയ്തതിനു ശേഷം ആ ഒരു തിയറിയെ എന്താണ് അക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ റിജക്ട് ചെയ്യണോ എന്നുള്ളതാണ് നമ്മൾ എന്തിലൂടെ നോക്കുന്നത്, ഡിഡക്റ്റീവ് റിസർച്ചിലൂടെ നോക്കുന്നത്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് 4 സ്റ്റെപ്പാണ്. ഒന്ന് വരുന്നത് തിയറിയാണ്. ഓക്കെ, തിയറി, അതിനുശേഷം എന്ത് വരുന്നുണ്ട്, ഹൈപ്പോത്തിസിസ് വരുന്നുണ്ട്, തിയറി ഹൈപ്പോത്തിസിസ് വരുന്നുണ്ട്. പിന്നെ എന്താണ് വരുന്നത്, ഒബ്സർവേഷൻ ആണ് വരുന്നത്, ഒബ്സർവേഷൻ വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, അതിനെ ഒന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും ആ തിയറിയെ, അല്ലെങ്കിൽ അതിനെ നമ്മൾ റിജക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഡിഡക്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഡിഡക്റ്റീവ് റിസർച്ചിന് നമുക്ക് ടോപ്പ് ഡൗൺ മെത്തേഡ് എന്നും കൂടി പറയാം. ടോപ്പ് ഡൗൺ മെത്തേഡ്, അത് ബോട്ടം അപ്പ് മെത്തേഡ് ആയിരുന്നു അല്ലെ, ഇത് ടോപ്പ് ഡൗൺ മെത്തേഡ് എന്ന് പറയാം. അപ്പൊ ടോപ്പ് ഡൗൺ മെത്തേഡ് ഇൻ വിച്ച് ദ റിസർച്ചർ സ്റ്റാർട്ട്സ് വിത്ത് ജനറൽ ഐഡിയ ആൻഡ് ദെൻ ടെസ്റ്റ് ഇറ്റ് ത്രൂ സ്പെസിഫിക് ഒബ്സർവേഷൻസ്. ഓക്കെ, അതായത് റിസർച്ചർ എന്താ ചെയ്യുന്നത്, ഒരു ജനറൽ ഐഡിയ, അപ്പൊ നമ്മൾ നേരത്തെ ഇൻഡക്റ്റീവിൽ പറഞ്ഞില്ലേ, വെൻ പ്രൈസ് ഇൻക്രീസസ് ഡിമാൻഡ് ഫോൾസ് എന്ന് പറഞ്ഞല്ലോ, പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഡിമാൻഡ് കുറയുന്നുണ്ട് എന്നുള്ളത്, അതൊരു തിയറി ആണെന്നുണ്ടെങ്കിൽ ആ തിയറിനെ വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ തിയറി ശരിയാണോ തെറ്റാണോ എന്നുള്ളത്, അപ്പൊ അതിന് വേണ്ട ഒബ്സർവേഷൻസ് എടുക്കും, എന്നിട്ട് ഇത് ടെസ്റ്റ് ചെയ്യും. ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ തിയറി അക്സെപ്റ്റ് ചെയ്യും, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ തിയറിനെ റിജക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു ജനറൽ ഐഡിയ അല്ലെങ്കിൽ ഒരു ജനറൽ തിയറിയിൽ നിന്നും ഒരു സ്പെസിഫിക് ഒബ്സർവേഷനിലൂടെ അത് ടെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്തിൽ വരുന്നത്, ഡിഡക്റ്റീവ് റിസർച്ചിൽ വരുന്നത്. ഇൻഡക്റ്റീവ് റിസർച്ചിൽ 3 സ്റ്റെപ്പ് ആയിരുന്നു, ഡിഡക്റ്റീവ് റിസർച്ചിൽ 4 സ്റ്റെപ്പ് വരുന്നുണ്ട്, തിയറി, ഹൈപ്പോത്തിസിസ്, കൺഫർമേഷൻ,
ഒബ്സർവേഷൻ ഓർ ടെസ്റ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് അക്സെപ്റ്റ് ഓർ റിജക്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഡിഡക്റ്റീവ് റിസർച്ച് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾ BBA ഡിഗ്രി ഹോൾഡർ ആർ എലിജിബിൾ ഫോർ MBA. അതായത് MBA പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്നത് BBA ഡിഗ്രി ഹോൾഡേഴ്സ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ജനറൽ തിയറി ആണെന്നുള്ളത് കരുതുക. ഓക്കെ, നമ്മൾ സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയാം. അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ്, എന്താണ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്? ജനറൽ സ്റ്റേറ്റ്മെന്റ് വരുന്നത് MBA എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ എലിജിബിലിറ്റി പറയുന്നത് BBA ഡിഗ്രി ഹോൾഡേഴ്സ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത് പ്രാത് ഈസ് എ BBA ഡിഗ്രി ഹോൾഡർ എന്നാണ്. പ്രാത് എന്ന് പറയുന്ന ആള് എന്താണ്, ഒരു BBA ഡിഗ്രി ഹോൾഡർ ആണ്. അപ്പൊ നമുക്ക് അതിലൂടെ എന്തൊരു കൺക്ലൂഷൻ കൊടുക്കാം? അപ്പൊ അത് നമുക്ക് ഡെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം? പ്രാത്ത് എന്താണ് MBAക്ക് എലിജിബിൾ ആണ് എന്നുള്ളത് പറയാം, അല്ലെ? BBA എടുത്താലുള്ളൂ MBAക്ക് ചേരാൻ പറ്റുള്ളൂ. പ്രാത്തിന് BBA ഉണ്ട്, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? പ്രാത്ത് എന്താണ് BBAക്ക് എലിജിബിൾ ആണ് എന്നുള്ളത് പറയാം. അപ്പൊ ഇതാണ് ഡിഡക്റ്റീവ് റിസർച്ചിന്റെ ഒരു എക്സാമ്പിൾ വരുന്നത്. ഇനി ഡിഡക്റ്റീവിന്റെയും ഇൻഡക്റ്റീവ് റിസർച്ചിന്റെയും ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് റിസർച്ച് എങ്ങനെ കണ്ടക്ട് ചെയ്യുന്നു, അവരുടെ ഒരു ഗോൾ എങ്ങനെയാണ്, ഡാറ്റ എങ്ങനെ അനലൈസ് ചെയ്യുന്നു, ഇതിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിഫറൻസും പറയുന്നത്. അപ്പോ ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് റിസർച്ച് പറയുന്ന എന്താണ്, ഒരു ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്, അല്ലെ? ഡിഡക്റ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ് പറയുന്നത്. ഇനി ഇൻഡക്റ്റീവ് റിസർച്ച് എന്താണ്, തിയറീസ് ആണ്, ഒബ്സർവേഷനിൽ നിന്നും തിയറീസ് ആണ് അല്ലെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. എന്ന ഡിഡക്റ്റീവ് റിസർച്ച് എന്താ നടത്തുന്നത്, തിയറീസിനെ ടെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇൻഡക്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എക്സ്പ്ലോറേറ്ററി സ്റ്റഡീസിലാണ്, അല്ലെ? ഞാൻ പറഞ്ഞു എക്സ്പ്ലോറേറ്ററി സ്റ്റഡീസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഡിഡക്റ്റീവ് റിസർച്ച് യൂസ് ചെയ്യുന്നത് കൺഫർമേറ്ററി സ്റ്റഡീസ് ആണ്. അതായത് നമുക്ക് ഉറപ്പുണ്ട് അത് അങ്ങനെ തന്നെ ഉള്ളു വരിക എന്നില്ല, നമുക്ക് ഉറപ്പുണ്ട്. അങ്ങനത്തെ എല്ലാ സ്റ്റഡീസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺഫർമേറ്ററി സ്റ്റഡീസ് നമ്മൾ ഡിഡക്റ്റീവ് റിസർച്ചിൽ കണ്ടക്ട് ചെയ്യുന്നത്. ഡിഡക്റ്റീവ് റിസർച്ച് കൺഫർമേറ്ററി സ്റ്റഡീസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇൻഡക്റ്റീവ് റിസർച്ച് ഫ്ലെക്സിബിൾ ആണ്, അതേപോലെ തന്നെ പുതിയ പുതിയ ഫൈൻഡിങ്സ് നമ്മളിങ്ങനെ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ പുതിയ ഫൈൻഡിങ്സ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഡിഡക്റ്റീവ് റിസർച്ച് അങ്ങനെയല്ല, സ്ട്രക്ചേർഡ് ആൻഡ് സിസ്റ്റമാറ്റിക് എന്നാണ് പറയുന്നത്. അതായത് അവിടെ ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളെ എന്താണ് അഡോപ്റ്റ് ചെയ്യാനൊന്നും അതേപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ഒന്നുമില്ല. അവിടെ സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിഡക്റ്റീവ് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അതേപോലെ തന്നെ ഇൻഡക്റ്റീവ് റിസർച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ക്വാളിറ്റേറ്റീവ് ടൈപ്പ് അനാലിസിസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ ഡിഡക്റ്റീവ് റിസർച്ച് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് ക്വാളിറ്റേറ്റീവും മറ്റൊന്ന് ക്വാണ്ടിറ്റേറ്റീവും. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് ഒരു 5 ഡിഫറൻസസും പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ പറയും, അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് വരും അല്ലെ, റിസർച്ച് ചെയ്യുമ്പോൾ ഇൻഡക്റ്റീവ് മെത്തേഡ് ആണോ ഡിഡക്റ്റീവ് മെത്തേഡ് ആണോ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞല്ലോ, ക്വാളിറ്റേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇൻഡക്റ്റീവ് ആണ്, ക്വാണ്ടിറ്റേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഡിഡക്റ്റീവ് ആണെന്നുള്ളത്. പക്ഷെ നോർമലി നമ്മളൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ നമ്മൾ ഈ 2 അപ്രോച്ചും എന്ത് ചെയ്യും, നടത്തും. എന്ത് ടൈപ്പ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഏത് ടൈപ്പിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ക്വാളിറ്റേറ്റീവ് മാത്രമേ ഉള്ളൂ, അതിൽ മാത്രമേ ഇൻഡക്റ്റീവ് അങ്ങനെയല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അങ്ങനെയാ പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2 അപ്രോച്ച് നമ്മൾ യൂസ് ചെയ്യും. കാരണം ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്ത് അതിന്റെ ഫൈനൽ പ്രോസസ്സിലേക്ക് വരുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആൻസർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ അതിൽ എന്ത് വേണം, 2 അപ്രോച്ച് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, എന്നാലും നമുക്ക് അതിനെ കുറിച്ചുള്ള എല്ലാ ഒരു 360 ഡയമെൻഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ ആൻസർ ചെയ്യാനും കാണാനും സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിൽ വരുന്ന അപ്രോച്ചസ്, ഇൻഡക്റ്റീവും ഡിഡക്റ്റീവും. ഈ നെക്സ്റ്റ് വരുന്നത് ഒബ്ജക്റ്റീവ്സ് ആണ് വരുന്നത്, ഒബ്ജക്റ്റീവ്സ് ഓഫ് റിസർച്ച്. പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും റിസർച്ചിന്റെ, അൺഡിസ്കവേർഡ് ഫാക്ടേഴ്സിനെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്, അല്ലെ? അതായത് നമുക്ക് അറിയാത്ത കാര്യത്തെ എന്ത് വരാണ്, പുറത്തേക്ക് അൺകവർ ചെയ്യുക എന്നുള്ളത് പറയാം. അപ്പൊ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, ടു അൺകവർ അൺഡിസ്കവേർഡ് ഫാക്ട്സ് എന്ന് പറയാം. ഇനി ഒബ്ജക്റ്റീവ്സിന് നമുക്ക് 2 രീതിയിൽ എടുക്കാം. ഒന്ന് മാക്രോ ലെവലിലുള്ള ഒബ്ജക്റ്റീവ്സ് നമുക്ക് സെറ്റ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ മൈക്രോ ലെവലിലുള്ള ഒബ്ജക്റ്റീവ്സ് നമുക്ക് സെറ്റ് ചെയ്യാം. നോർമലി മാക്രോ ലെവൽ എന്ന് പറയുമ്പോൾ ഒരു ബ്രോഡർ കോൺസെപ്റ്റ് ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്.
ഓക്കെ, ബ്രോഡർ കോൺസെപ്റ്റ്. മൈക്രോ എന്ന് പറയുമ്പോൾ നേരെ കോൺസെപ്റ്റ് ആയിരിക്കും നമ്മൾ നോക്കുന്നത്. ഇപ്പൊ മാക്രോ, ഇപ്പൊ ഒരു ബിസിനസിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഇൻഡസ്ട്രി, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഇൻഡസ്ട്രി കംപ്ലീറ്റ് നമ്മൾ എടുക്കും. ഓക്കെ, അതിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, മാക്രോ ലെവലിലുള്ള ഒബ്ജക്റ്റീവ് നോക്കുന്നത്. എന്നാൽ മൈക്രോ ലെവൽ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഇപ്പൊ ഒരു പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇന്ന പ്രൊഡക്റ്റ് നടത്തുന്ന ഒരു പ്രൊഡക്റ്റിന്റെ കമ്പനി മാത്രം എടുത്തിട്ട് അതിൽ നമ്മൾ പർട്ടിക്കുലർലി നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്, മൈക്രോ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ മാക്രോ എന്ന് പറയുമ്പോൾ ഒരു ബ്രോഡർ കോൺസെപ്റ്റ് ആണ് വരുന്നത്. എന്നാൽ മൈക്രോ എന്ന് പറയുമ്പോൾ എന്താണ്, നേരോ നമ്മൾ ചെറിയ കാര്യത്തെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. ഇപ്പൊ ഒരു കമ്പനി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് മാത്രം നമ്മൾ എന്ത് ചെയ്യാണ്, നോക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് പറയാം, അത് മൈക്രോ ലെവലിലുള്ളതാണ് എന്നുള്ളത് പറയാം. ഇനി അതല്ല, നമ്മളുടെ ഈ ഗ്ലോബലി ഏതൊക്കെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുമ്പോഴാണ് എന്ത് പറയുന്നത്, മാക്രോ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മാക്രോ എന്താന്നുള്ളത് മൈക്രോ ലെവലിൽ എന്താന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ എന്ത് നോക്കുന്നത്, റിസർച്ചിൽ നോക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, മാക്രോ ലെവലിലെ റിസർച്ച് ഒബ്ജക്റ്റീവ്സ് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. മെയിൻ ആയിട്ട് മാക്രോ ലെവൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ലാർജ് സ്കെയിൽ ട്രെൻഡ് ഒക്കെ നോക്കൂലേ, അതായത് ഇപ്പോഴത്തെ ട്രെൻഡ് ഇങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു പാറ്റേൺ, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു ലാർജ് സ്കെയിലിൽ ഒരു ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാക്രോ ലെവലിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് വൺ വരുന്നതാണ് ഇൻഡസ്ട്രി വൈഡ് ട്രെൻഡ്സ് എന്നുള്ളത്. അതായത് ഇപ്പൊ നമ്മൾ എല്ലാത്തിന്റെയും ഇപ്പൊ ഒരു പ്രൊഡക്റ്റിന്റെ എല്ലാ മാർക്കറ്റ് ഡിമാൻഡും എങ്ങനെയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടില്ല. ഇപ്പൊ നമ്മുടെ ഒരു കേരളത്തിലുള്ള ഒരു ജില്ലയിലോ അങ്ങനെയല്ല കേട്ടോ, ഗ്ലോബലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒരു മാക്രോ ലെവൽ ആണ് എന്നുള്ളത് പറയാം. അപ്പൊ ഇങ്ങനെയൊക്കെ പറയാം, മാർക്കറ്റ് ഡിമാൻഡ് നോക്കാം, കൺസ്യൂമേഴ്സിന്റെ ബിഹേവിയർ നോക്കാം, ടെക്നോളജിക്കൽ അഡോപ്ഷൻ, ഒരു എൻറ്റയർ ഇൻഡസ്ട്രീന്റെ. ഇപ്പൊ നമ്മൾ ഗ്ലോബലി എന്ന് പറയുമ്പോൾ അങ്ങനെയും നോക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രി ബേസിസിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും നോക്കാം. ഓക്കെ, അപ്പൊ ഒരു ഫാഷൻ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള എല്ലാ മാർക്കറ്റ് ഡിമാൻഡും, കൺസ്യൂമേഴ്സിന്റെ ബിഹേവിയർ, ടെക്നോളജിക്കൽ അഡോപ്ഷൻ ഒക്കെ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ എന്തിട്ട് നോക്കുന്നത്, ഇൻഡസ്ട്രി വൈഡ് ട്രെൻഡ്സിൽ നോക്കുന്നത്. ഇനി രണ്ടാമത് വരുന്നതാണ് ഗ്ലോബൽ ഓർ നാഷണൽ ഇമ്പാക്ട്. അത് ഞാൻ ഇപ്പൊ പറഞ്ഞില്ല, നമ്മൾ എക്കണോമിക്കലി ബേസിസിൽ നോക്കുമ്പോൾ ഗ്ലോബലി അല്ലെങ്കിൽ ഒരു നാഷണൽ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഒരു എഫക്ട് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, എക്കണോമിക് പോളിസി, റെഗുലേറ്ററി ചേഞ്ചസ്, അതായത് ഇപ്പൊ ഈ ചില റൂൾസ് ഒക്കെ മാറ്റുമ്പോൾ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ പോളിസീസിൽ ചേഞ്ച് വരുമ്പോൾ അത് എങ്ങനെ എഫക്ട് ചെയ്യുന്നു, ഓരോ സെക്ടർ ബേസിസിൽ അല്ലെങ്കിൽ ഒരു എക്കണോമിക് നാഷണൽ അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ബേസിസിൽ എങ്ങനെ ഇമ്പാക്ട് വരുന്നു എന്നുള്ളത് നമ്മൾ നോക്കില്ലേ. അതാണ് ഗ്ലോബൽ ഓർ നാഷണൽ ഇമ്പാക്റ്റിൽ വരുന്നത്. പിന്നെ വരുന്നതാണ് ലോങ് ടേം സ്ട്രാറ്റജീസ് എന്നുള്ളത്. അതായത് ഇപ്പൊ നമ്മളൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിന്റെ ഒരു ലോങ് ടേം ഡയറക്ഷനിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വരും, അല്ലെങ്കിൽ എന്തൊക്കെ ത്രെഡ്സ് വരും എന്നുള്ളത് നമ്മൾ കണ്ടെത്തും. അതെങ്ങനെ നമ്മളുടെ ഒരു ബിസിനസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് എന്തിൽ വരുന്നത്, ലോങ് ടേം സ്ട്രാറ്റജിയിൽ വരുന്നത്. ഇതൊക്കെ നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ആണ് മൈക്രോ ലെവൽ റിസർച്ച് ഒബ്ജക്റ്റീവ് എന്നുള്ളത്. അവിടെ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും. അതായത് ഇപ്പൊ ഡേ ടു ഡേ ഓപ്പറേഷൻസ്, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ എലമെന്റ് മാത്രം എങ്ങനെയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മാത്രം നോക്കിക്കൊണ്ട് അങ്ങനെയൊക്കെ പറയില്ലേ, അതാണ് മൈക്രോ ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഒബ്ജക്റ്റീവ്സ് എക്സ്പ്ലോർ ചെയ്യുന്നത് ഓപ്പറേഷണൽ എഫിഷ്യൻസിയാണ് നോക്കുന്നത്. അതായത് നമുക്കിപ്പോ ഒരു ഓർഗനൈസ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റിൽ എങ്ങനെ അതിന്റെ ഇന്റേണൽ പ്രോസസ്സിനൊക്കെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാം, എങ്ങനെ നമുക്ക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം, എങ്ങനെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാം. ഒരു സ്പെസിഫിക് ഇപ്പൊ ഫിനാൻസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇന്റേണൽ പ്രോസസ്സിനെ എനിക്ക് ബെസ്റ്റ് രീതിയിൽ കൊണ്ടുവരണം, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റണം, പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റണം. ഇങ്ങനെയൊക്കെ ഉള്ളതിനെ നമ്മൾ എന്ത് നോക്കുന്നത്, ഓപ്പറേഷണൽ എഫിഷ്യൻസി ആയിട്ട് നമ്മൾ പറയുന്നത്. രണ്ടാമത് വരുന്നത് കസ്റ്റമർ പ്രിഫറൻസസ് ആണ്. അതായത് ഇപ്പൊ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് എടുക്കുക, അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സ്, ഇംപ്രൂവ്മെന്റ്, സർവീസ് ക്വാളിറ്റി, ഇതൊക്കെ എന്ത് ചെയ്യാണ് നോക്കുന്നതിനാണ് കസ്റ്റമർ പ്രിഫറൻസസ് ആയിട്ട് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ വരുന്നത് ലോക്കൽ മാർക്കറ്റ് ഡൈനാമിക്സ് ആണ്. ഇവിടെ
നമ്മൾക്ക് ഒരു ടാർഗറ്റ് മാർക്കറ്റ് ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ എന്റെ ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ എന്റെ കമ്പനിക്ക് അല്ലെങ്കിൽ എന്റെ ബിസിനസ്സിന് എന്താ ഒരു മാർക്കറ്റ് ഉണ്ടായിരിക്കും. അതെങ്ങനെയാണെന്നില്ല ആ ഒരു അവിടെ എങ്ങനെ എങ്ങനെയാണ് സോറി അവിടുത്തെ ആ മാർക്കറ്റിൽ എങ്ങനെയാണ് അവിടുത്തെ ബിഹേവിയർ എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ജില്ലയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നുള്ളതൊക്കെ നോക്കുക. അതാണ് ഇതിൽ വരുന്നത് ലോക്കൽ മാർക്കറ്റ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നോർമലി നമ്മൾ ഒരു മൈക്രോ ലെവൽ എന്ന് പറയുമ്പോൾ ഇതിപ്പോ ഒരു മാക്രോ ലെവൽ ആണെന്നുള്ളത് കരുതുക. അപ്പൊ ഇത് കംപ്ലീറ്റ് ഇതിനെ കുറിച്ച് പഠിക്കലാണ് എന്തിൽ വരുന്നത്, മാക്രോ ലെവലിൽ വരുന്നത്. അപ്പൊ ഈ മാക്രോയിൽ നിന്നും ഒരു ചെറിയ പോർഷൻ നമ്മൾ എടുത്ത് പഠിക്കുകയെന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയാം, മൈക്രോ ലെവൽ എന്ന് പറയാം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും. എക്സാമ്പിൾ പറയുന്നത് ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട് കേട്ടോ. ഇപ്പൊ ഒരു റീറ്റെയിൽ ബിസിനസ്സിൽ ഒരു എന്താണ് പുതിയ ടെക്നോളജിന്റെ ഇമ്പാക്ട് നമുക്ക് മനസ്സിലാക്കണം. എങ്ങനെയാണ് റീറ്റെയിൽ ബിസിനസ്സിൽ നമുക്ക് പുതിയൊരു ടെക്നോളജി വന്നിട്ടുണ്ട്, അതിന്റെ ഇമ്പാക്റ്റിനെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, റിസർച്ച് കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാക്രോ ലെവലിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് റീറ്റെയിൽ ഇൻഡസ്ട്രീനെ നമ്മൾ എന്ത് ചെയ്യും, ഗ്ലോബലി നമ്മൾ കളക്ട് ചെയ്തിട്ട് അവിടെ എങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ടെക്നോളജിന്റെ ഒരു ഇമ്പാക്ട് വരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, ഗ്ലോബലി എത്രത്തോളം റീറ്റെയിൽ ബിസിനസ് ഉണ്ടോ അത്രയും റീറ്റെയിൽ ബിസിനസ് നമ്മൾ എന്ത് ചെയ്യും, കളക്ട് ചെയ്തിട്ട് അവിടെ എങ്ങനെ എല്ലാത്തിനെയും വെച്ചാണ് നമ്മൾ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യുന്നത്. എന്നാൽ മൈക്രോ ലെവൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റീറ്റെയിൽ സ്റ്റോറിന് എടുക്കുക. ഇപ്പൊ എനിക്ക് എന്റെ വീടിന്റെ അടുത്ത് ഒരു റീറ്റെയിൽ സ്റ്റോർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതായിരിക്കും എടുക്കുക. അപ്പൊ ഞാൻ അത് എടുത്തിട്ട് അവിടെ എങ്ങനെയാണ് ഓരോ ഒരു ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്തപ്പോ കസ്റ്റമേഴ്സിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ, കോസ്റ്റ് കുറഞ്ഞോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യാം, നോക്കാം. അപ്പൊ ഇതാണ് മൈക്രോ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് വരുന്നത് മോട്ടിവേഷൻ ഇൻ റിസർച്ച് ആണ്. സിമ്പിൾ ആയിട്ടില്ല കേട്ടോ, പേരൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പേടിയാവുന്നുണ്ടാവും. മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാനൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ആ റിസർച്ച് കണ്ടക്ട് ചെയ്തത് എന്നുള്ളതിന് ഒരു റീസൺ ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാന്നുള്ള ടൈം ഒക്കെ പറഞ്ഞാൽ മനസ്സിലാവും. എന്തുകൊണ്ട് ആ ഒരു റിസർച്ചിലേക്ക് എന്താണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത് എന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ റീസൺ എന്നുള്ളത്. ഇപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് 5 കാര്യങ്ങൾ പറയാം. ഫസ്റ്റ്, പേഴ്സണൽ ഇൻട്രസ്റ്റ്. ഇപ്പൊ എനിക്കൊരു കാര്യത്തെ കുറിച്ചിട്ട് എനിക്ക് റിസർച്ച് കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ ഇഷ്ടമാണ്, എനിക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ട് ഞാൻ ചെയ്തു. അപ്പൊ എന്താണ്, എന്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് കാരണം എനിക്ക് എന്ത് ചെയ്യാം, റിസർച്ച് കണ്ടക്ട് ചെയ്യാം. ഇനി രണ്ടാമത് എന്താണ് വരുന്നത്, അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ ഗോൾസ് ആണ്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എന്താണ് UG PG കോഴ്സ് ഒക്കെ എടുക്കുമ്പോൾ അവിടെ കമ്പൽസറി ആണ്, ഒരു പ്രൊജക്ട് ചെയ്യണം എന്നുള്ളത് കമ്പൽസറി ആണ്. അത് കാരണമാവാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജോബിനൊക്കെ കയറുമ്പോൾ അപ്പോഴും നമുക്ക് ഓരോ എന്താണ് പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ അതും എന്താണ് അവിടെ കമ്പൽസറി ആണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയല്ല അക്കാഡമിക് ആയിട്ടില്ല അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഗോൾസിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും എന്താണ് നമുക്ക് എടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ സൊസൈറ്റിയൽ ഇമ്പാക്ട് വരാം. അതായത് ഇപ്പോ സൊസൈറ്റിയിൽ ഒരു എന്താണ് കുറച്ചു കാലമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ഇഷ്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു സോഷ്യൽ ഇഷ്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു എന്താണ് ഇഷ്യൂയെ നമുക്ക് എന്ത് ചെയ്യണം, മാറ്റണം എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയലായിട്ട് എനിക്ക് സമൂഹത്തോടുള്ള ഒരു എന്താ പറയാ ഒരു ഇമ്പാക്ട്, എനിക്ക് ഒരു ഇതുണ്ടാവുമല്ലോ, റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുമല്ലോ. അതിന്റെ പേരിലും എനിക്ക് എന്ത് ചെയ്യാം, ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യാം. അപ്പൊ അതാണ് സൊസൈറ്റിയൽ ഇമ്പാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഇന്റലക്ച്വൽ ചലഞ്ച് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഞാൻ എന്താണ് ഭയങ്കര IQ ലെവലൊക്കെ കുറച്ച് കൂടുതലാണ്, അല്ലെങ്കിൽ എന്താണ് എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഒരു അൺഫെമിലിയർ ആയിട്ടുള്ള പ്ലേസിൽ പോയിട്ട് അവിടെ ഇങ്ങനെ കുറച്ച് എന്താണ് പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ കുറച്ച് എന്താണ് എനിക്ക് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് എലമെന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, എന്റെ ഇന്റലക്ച്വലി ഞാൻ എന്ത് ചെയ്യാൻ ചലഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, അതിനെ ഇന്റലക്ച്വൽ ചലഞ്ച് എന്ന് പറയാം. നെക്സ്റ്റ് വരുന്നത് റെക്കഗ്നേഷൻ ആൻഡ് അച്ചീവ്മെന്റ്സ്. അതായത് ഇപ്പൊ ഞാനൊരു എന്താണ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്, എനിക്ക് കുറച്ച് 4 പേര് എന്നെ അറിയണം, എനിക്ക് കുറച്ച് പ്രൈസസും റിവാർഡും കാര്യങ്ങളൊക്കെ കിട്ടണം എന്നുണ്ട്, അങ്ങനെ എന്നെ ഒരു പബ്ലിക് ഫിഗർ ആയിട്ട് എല്ലാവരും എന്നെ മനസ്സിലാക്കണം എന്നുള്ളതുണ്ടല്ലോ. അങ്ങനെയല്ല, അതിനു വേണ്ടിയിട്ടും എനിക്ക് എന്ത് ചെയ്യാം, റിസർച്ച് കണ്ടക്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെയല്ല, മെയിൻ ആയിട്ട് ഈ 5 കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്ക് അല്ലാതെ കുറച്ച് പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ഓൺ ചെയ്യാൻ കേട്ടോ. അപ്പോ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തത് റിസർച്ച് എന്താണെന്നുള്ളതും ബിസിനസ് റിസർച്ച് എന്താണെന്നുള്ളതും ചെറിയൊരു രീതിയിൽ ഞാൻ പറഞ്ഞു തന്നു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒബ്ജക്റ്റീവ്സും അപ്രോച്ചും മോട്ടിവേഷനും.
ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ ഓക്കെ, ആർക്കും ഡൗട്ട് ഒന്നുമില്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി കാണാം. താങ്ക് യു.